ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനൊരുങ്ങി അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളും. ബി.ജെ.പി. ന്യൂഡൽഹി ലോക്സഭാ സീറ്റിൽ നിന്നാണ് സുഷമയുടെ മകൾ ഭൻസുരി സ്വരാജ് ജനവിധി തേടുന്നത്. സുപ്രീം കോടതിയിലെ തീപ്പൊരി അഭിഭാഷകയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകയായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്കുള്ള ചുവടുമാറ്റം എങ്ങനെയാകുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകയായ ബൻസുരിയുടെ മുഖത്ത് ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുന്നതിന്റെ ആകുലതകളോ വാക്കുകളിൽ ആശങ്കകളോ ഇല്ല. നിയമരംഗത്ത് 15 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബൻസുരി സ്വരാജ് തലസ്ഥാനത്ത് മത്സരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഏറെ സന്തോഷത്തോടെയാണ് ബൻസുരി പ്രതികരിച്ചത്. അബ് കി ബാർ 400 പാർ അഥവാ ഇത്തവണ 400 കടക്കണമെന്ന ബി.ജെ.പിയുടെ അജണ്ടയ്ക്കായി ഓരോ പ്രവർത്തകനും അഹോരാത്രം പ്രയത്നിക്കണമെന്ന് ബൻസുരി പറഞ്ഞു. 3ാം വട്ടവും നരേന്ദ്രമോദിയെ പ്രധാന സേവകനാക്കുകയാണ് ലക്ഷ്യമെന്ന് ബൻസുരി സ്വരാജ് വ്യക്തമാക്കി. 2007 ഡൽഹി ബാർ കൗൺസിലിൽ നിന്ന് ബൻസുരി എൻറോൾ ചെയ്യുന്നത്. വാർവിക് സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ബൻസുരി ലണ്ടനിലെ ബി.പി.പി. ലോ സ്കൂളിൽ നിന്നാണ് നിയമത്തിൽ ബിരുദം നേടിയത്. ബാരിസ്റ്ററായി യോഗ്യത നേടിയ ബൻസുരിക്ക് ലണ്ടനിലെ ഓണറബിൾ ഇൻ ഓഫ് ഇന്നർ ടെമ്പിളിലേക്ക് നിയമനം ലഭിച്ചിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ബൻസുരി. പല ഹൈപ്രൊഫൈൽ ക്ലയന്റുകൾക്കും വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകയാണ് ബൻസുരി സ്വരാജ്. വസ്തുതർക്കം, സ്വത്ത് തർക്കം, നികുതി, ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ വിവിധ കേസുകളിൽ ബൻസുരി കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. ഹരിയാന സർക്കാരിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായും ബൻസുരിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. മണിപ്പൂർ വിഷയത്തിൽ ബൻസുരി സ്വരാജിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡിൽ നിന്നേറ്റ രൂക്ഷ വിമർശനം വലിയ വാർത്തയായിരുന്നു. രാജ്യത്തെ തന്നെ നടുക്കിയ സംഭവമാണ് മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി വഴിയിലൂടെ നടത്തിച്ച കേസ്. സംഭവത്തിലിരയായ കുക്കി സ്ത്രീകളുടെ ഹർജി പരിഗണിക്കവേ മണിപ്പൂരിൽ മാത്രമല്ല ബംഗാളിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് ബൻസുരി കോടതിയോട് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ചീഫ് ജസ്റ്റിസ് മറ്റിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നുവെന്ന് പറഞ്ഞ് മണിപ്പൂരിൽ സ്ത്രീകൾക്കുണ്ടായ അധിക്ഷേപത്തെയും അപമാനത്തെയും ന്യായീകരിക്കാനാകില്ലെന്ന് ബൻസുരിയോട് കടുത്ത ഭാഷയിൽ പറഞ്ഞു. എല്ലാ സ്ത്രീകളെയും സംരക്ഷിക്കണം, അല്ലെങ്കിൽ ആരെയും സംരക്ഷിക്കരുത് എന്ന് പറയാനാണോ ബൻസുരി ശ്രമിക്കുന്നതെന്നും ഡി.വൈ. ചന്ദ്രചൂഡ് ചോദിച്ചു. കഴിഞ്ഞ വർഷമാണ് ബൻസുരി സ്വരാജിനെ ബി.ജെ.പി. ഡൽഹി ലീഗൽ സെല്ലിന്റെ കോ കൺവീനറായി നിയമിക്കുന്നത്. ഇക്കുറി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നപ്പോഴെല്ലാം ആദ്യം ഉയർന്നുകേട്ട പേരുകളിലൊന്ന് ബൻസുരിയുടേതു തന്നെയായിരുന്നു. ഡൽഹി ആം ആദ്മി സർക്കാരിന്റെയും കെജ്രിവാളിന്റെയും കടുത്ത വിമർശകയായ ബൻസുരി ഇതിലൂടെ തന്നെ ഏറെ മാധ്യമ ശ്രദ്ധയും നേടിയിട്ടുണ്ട്. സുഷമ സ്വരാജിന്റെ മകളെന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്ന ബൻസുരി തന്റെ മുജ്ജന്മ സുഹൃതം കാരണമാണ് സുഷമയെപ്പോലൊരമ്മയെ തനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്.